സാറിപ്പോൾ പാർട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞില്ലേ, പാർട്ണർഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്, പിന്നെ സിനിമയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പാർട്ണർഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എനിക്ക് പറ്റിയൊരു ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ലോസാണ്. ഫിനാൻഷ്യലി അല്ല, മെൻ്റലിയും അതൊരു ബന്ധം. ഓക്കെ, വലിയൊരു ബന്ധമാണ് അത് പോയത്. അപ്പോൾ പാർട്ണർഷിപ്പ് നമ്മൾ മെയിനായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് സെയിം വിഷനുള്ള ഒരാളുമായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ നമ്മൾ എല്ലാം ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. എഗ്രിമെൻ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു വെള്ള പേപ്പറിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ആൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ 2 പേരും അല്ലെങ്കിൽ 3 പേരോ 4 പേരോ എത്ര പേരാണ് പാർട്ണർഷിപ്പിലുള്ളത്, അവർ ഇരുന്ന് ആരൊക്കെ എന്ന ജോലികളാണ് ചെയ്യുന്നത്, എത്ര രൂപ ഇടും, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സൊക്കെ എന്നുള്ളത് ഓരോ മൈന്യൂട്ട് പോയിൻ്റായിട്ട് എഴുതി സമ്മതിച്ച് ഒപ്പിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് എത്ര വലിയ ബന്ധങ്ങളായാലും, അതെ, രക്തബന്ധമായാൽ പോലും ഡോക്യുമെൻ്റ് വെള്ള പേപ്പറിലെങ്കിൽ എഴുതി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഭയങ്കര പോയിൻ്റാണത്. ഓക്കെ. പിന്നെ നമുക്ക് ഇത് പാർട്ണർഷിപ്പ് അങ്ങനെ എഴുതിയാൽ മാത്രം പോരെ, നമുക്കത് അതിൻ്റെ എക്സിറ്റ് പ്ലാനും കൂടെ എഴുതണം. വൺസ് ഈ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആയാൽ എന്താണ് അവിടെ സംഭവിക്കുക, ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്, ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈഗോ ക്ലാഷൊക്കെ വന്നിട്ട് മിസ്സാവാം. ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അത് ഫ്രണ്ട്ഷിപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് രണ്ടായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ വൺസ് ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് ഒന്നും വരാത്ത രീതിയിൽ തന്നെ ഡോക്യുമെന്റ് കൊടുക്കണം. അതെ, ബാക്കി ബന്ധങ്ങളൊക്കെ അതേപോലെ കീപ്പ് ചെയ്തും പോകണം. അതെ, അപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവം സംഭവിച്ചാലും നമുക്കൊരു പ്രശ്നം വരത്തില്ല. അല്ല, ഇത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ പാർട്ണർഷിപ്പ്, അത് അത്ര അടുത്ത ആൾക്കാരുമായിട്ട് നമ്മൾ പാർട്ണർഷിപ്പ്. അതെ, നമ്മൾ പാർട്ണർഷിപ്പ് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അങ്ങനെയാണ്, നല്ല പരിചയമുള്ള ആൾക്കാരുമായിട്ട്. അതെ, പക്ഷെ എനിക്ക് ആ ലോസ് ഇനി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഫിനാൻഷ്യലി അല്ല, പൈസ എനിക്ക് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ആ ഒരു ബന്ധം പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ചേർന്ന് പോകത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ എക്സിറ്റ് എങ്ങനെയാണെന്നുള്ളത് കൂടി പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തില്ലേ പോലും ഒരു വെള്ള പേപ്പറിൽ എഴുതി എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഏതൊക്കെ ജോലി ഞാൻ ചെയ്യും, ഏതൊക്കെ ജോലി അയാൾ ചെയ്യും, എത്ര രൂപയാണ് ഇടുന്നത്, ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇതിൻ്റെ എക്സിറ്റ് പ്ലാൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ചെയ്തിട്ട് തന്നെ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററും സേഫായിട്ടുള്ള. അങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഗ്രോ ആയി പോവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു റിവ്യൂ സെറ്റപ്പും കൂടെ നമ്മൾ ചെയ്യണം. വീക്കിലി ആണോ മന്ത്ലി ആണോ, ഒരു ഫുൾ ബിസിനസിൻ്റെ കാര്യങ്ങൾ. അതെ അതെ അതെ, ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്മളിപ്പോൾ പാർട്ണർഷിപ്പിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ 3-4 പേരേക്ക് തുടങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആരെങ്കിലും ഒരുത്തൻ്റെ തലയിൽ വന്നിരിക്കും എല്ലാം കൂടി. അതെ, ബാക്കിയുള്ള അത് ഈ ഒരു സാധനം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ല, ആരെങ്കിലും ഒരാൾ നോക്കിയല്ലേ പറ്റുള്ളൂ, അവസാനം നോക്കിയേ പറ്റുള്ളൂ. അവൻ്റെ തലയിലായിരിക്കും മൊത്തം വന്നിരിക്കുന്നത്. പേര് എന്തെങ്കിലും ലോസ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ തലയിലായിരിക്കും വരുന്നത്. ബാക്കിയുള്ളവർ നൈസായിട്ട് സ്കിപ്പ് ആവുകയും ചെയ്യും. അത് ഭയങ്കര വലിയൊരു പണിയല്ലേ, ഭയങ്കര വലിയ പണിയാണത്. അതെ, അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ണർഷിപ്പ്. സാറിൻ്റെ തലയിലെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാറിന് സമാധാനം കാണില്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർലി സ്റ്റാർട്ടിങ്ങിലെ തന്നെ പഠിക്കണം, സെറ്റ് ചെയ്യണം. അത് ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്, മൊത്തം പണിയാണ്.